السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. സ്നേഹമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സിലാണ് ഒരു മഗ്രിബ് നമസ്കാര ശേഷം നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിജ്ഞാനം അത് പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമായി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ മിൻ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക വനസലത് അലൈഹിമുസ് സകീന വസക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദ വഗശിയത്തുഹുമുർ റഹ്മ. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവരുടെ നേരെ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ അവരുടെ നേരെ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവരെ പൊതിയും. അല്ലാഹുവിൻ്റെ പക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെപ്പറ്റി അല്ലാഹുവിൻ്റെ പക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കും മലക്കുകളോട്. എല്ലാ അർത്ഥത്തിലും ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് വിജ്ഞാനത്തിൻ്റെ സദസ്സ്.
അള്ളാഹു അത്തരം സദസ്സിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കഥ പറയുന്ന ഒരു ഗ്രന്ഥമാണ്. വെറുതെ കഥ പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ആ കഥകളിലൂടെ, ചരിത്രങ്ങളിലൂടെ നമുക്ക് പാഠം നൽകുവാൻ, മാനവ സമൂഹം അത് വെളിച്ചമായി സ്വീകരിക്കുവാൻ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു വിഷയം, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്. ഈ ചരിത്രങ്ങളിലെല്ലാം ഇബ്റതൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നാണ്. പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളിൽ, കഥാകഥനങ്ങളിൽ എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, പൂർവികരായ നല്ലവരായ ആളുകളുടെ ചരിത്രങ്ങൾ, അവരുടെ കാലടിപ്പാടുകളിലൂടെ നടന്നുപോയി അത് അന്വേഷിച്ച് പഠിച്ച് കാര്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ വിശുദ്ധരാവുക, അതാണ് ഖുർആൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൗമാരം മുതൽ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം വരെയുള്ള ചരിത്രം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഖുർആൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ചരിത്രം, ആ ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് വമിൻഹും മൻ ഖസസുന, അവരിലുണ്ട്, കൂട്ടത്തിലുണ്ട്, അമ്പിയാക്കളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്ക് നാം കഥ പറഞ്ഞു തന്നവർ. വമിൻഹും മൻ ലം നഖ്സുസു അലൈക്, നാം നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഖുർആൻ പറഞ്ഞ, പേരെടുത്തു പറഞ്ഞ പ്രവാചകന്മാരല്ലാത്ത പ്രവാചകന്മാരും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ രൂപത്തിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതാണ് വിശ്വാസികളായ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തുൽ കഹ്ഫിനെ സംബന്ധിച്ച്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഉസിമ മിൻ ഫിത്നതി ദജ്ജാൽ, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഉസിമ മിൻ ഫിത്നതി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സംരക്ഷണം നൽകും. ഈ ലോകത്ത് കഴിഞ്ഞുപോയ, ഇനി വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് ഏറ്റവും ഭയപ്പെടേണ്ടതും സമൂഹം ഏറ്റവും കൂടുതൽ കരുതലോടുകൂടി കരുതിയിരിക്കേണ്ടതുമായ ഒരു ഫിത്നയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു ലഹു നൂറുൻ മാ ബൈനൽ ജുബഅതൈൻ, അല്ലാഹു ലഹു നൂർ, അവൻ അല്ലാഹു ഒരു പ്രകാശം നൽകുന്നതാണ്. മാ ബൈനൽ ജുമഅതൈൻ, രണ്ട് ജുമഅകൾക്കിടയിൽ ഒരു ഈമാനിന്റെ പ്രകാശം, ഒരു ഹുദയുടെ സന്മാർഗത്തിന്റെ ഒരു വെളിച്ചം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ആളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ അതിൻ്റെ 60-ാമത്തെ ആയത്ത് മുതൽ 82-ാമത്തെ ആയത്ത് വരെ മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖളിർ എന്നും ചരിത്രകാരന്മാർ ഖിളിർ എന്നും പേര് പറയുന്നുണ്ട്, രണ്ടും ശരിയാണ്. ഖളിർ എന്ന് പറഞ്ഞാലും ഖിളിർ എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് ഹദീസുകളിൽ, ചരിത്രങ്ങളിലെല്ലാം. അദ്ദേഹത്തിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നത് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മൂസ ഖാമ ഖതീബൻ ഫീ ബനി ഇസ്രായേൽ. ഒരു ദിവസം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, നമ്മളെല്ലാം അറിയുന്ന മൂസാ നബി അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മൂസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം ആളുകളുടെ കൂട്ടത്തിൽ പ്രസംഗിക്കുവാൻ വേണ്ടി, ഖുത്ബ പറയുവാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് നിന്നു. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ ഒരാൾ ചോദിച്ചു, ഫസുഇല അയ്യുന്നാസി അലം. ഒരാൾ ചോദിച്ചു, ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളവൻ? ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളവൻ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളവൻ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. ചില ആളുകൾക്കൊക്കെ അങ്ങനെയുണ്ട്, ഇത് ഞാനാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമയെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് ഫഅതബല്ലാഹു അലൈ ഇദ് ലം യറുദ്ദ അഹ്ലുഹു ഇലൈ. അല്ലാഹു ആലം എന്ന് പറയാത്തത് കൊണ്ട്, അല്ലാഹു ആലം എന്നായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം പറയേണ്ടിയിരുന്നത്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയി ഞാനാണ് എന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം പ്രവാചകനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അന്ന് ആ കാലത്തിൽ അദ്ദേഹത്തെ പോലെ വിവരമുള്ള ആളുകളില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. ഏതായാലും അദ്ദേഹം അല്ലാഹു ആലം എന്ന് പറയേണ്ടതിന് പകരം അന എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാ, വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹു ആലം എന്നാണ് പറയേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ അറിവിൻ്റെയും അപ്പുറത്ത് എല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമക്ക് വഹീ നൽകി എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. ഫൗഹല്ലാഹു ഇലൈഹി ഇന്നലി അബ്ദൻ ബിമജ്മഅൽ ബഹ്റൈനി ഹുവ അഅലമു മിൻക. എൻ്റെ ഒരു അടിമയുണ്ട്, ആ അടിമ മജ്മഅൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം നിന്നേക്കാൾ അറിവുള്ളവനാണ് മൂസ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമക്ക് വഹീ നൽകി എന്നാണ്. വഖാല മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ റബ്ബി വ കൈഫ ബി ബിക. അല്ലാഹുവേ, എങ്ങനെയാണ് അയാളുടെ അടുത്തേക്ക് എനിക്ക് എത്തിച്ചേരുക? അയാളെ കാണണമല്ലോ. ഹദീസുകൾ വിശദീകരിക്കുകയാണ്. വഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻതുലിഖ്, നീ പുറപ്പെട്. മൂസാ നബി അലൈഹിസ്സലാം ആ ആളെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നതാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാം അറിയുന്നു ഞാനാണ് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം ഇരിക്കുകയല്ല. അദ്ദേഹത്തിൽ നിന്ന് വന്ന ചെറിയ ഒരു അബദ്ധം അദ്ദേഹം തിരുത്തി. എന്നിട്ട് അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അറിവുള്ള ഒരാളെ അന്വേഷിച്ചു പോവുകയാണ്. അറിവുള്ള ആളെ കാണാൻ, അയാളിൽ നിന്ന് ഇൽമു നുകരാൻ, അയാളെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര ദീനിലേറെ പുണ്യമുള്ള യാത്രയാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അറിവുള്ളവരെ സന്ദർശിക്കുക. മുൻഗാമികളായ ആളുകൾ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, മുൻഗാമികളായ ആളുകൾ അങ്ങനെയായിരുന്നു. ഒരു ഹദീസിന് വേണ്ടി ഒരുപാട് കാലം സഞ്ചരിച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അവർ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയെ പോലെയുള്ള, ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെയുള്ള, ഇമാം ഹനഫിയെ പോലെയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ അവരെല്ലാവരും ഒരുപാട് ത്യാഗം ചെയ്തു. ഒരു ഹദീസിന് വേണ്ടി, ഒരു വിഷയം പഠിക്കുവാൻ വേണ്ടി അവർ സഹിച്ച മരുഭൂമികൾ താണ്ടി, ഏറെ ദുരിതങ്ങൾ താണ്ടി, വലിയ വലിയ കടലിടുക്കുകൾ താണ്ടി യാത്ര ചെയ്ത ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യമാണത്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. മാസങ്ങളോളം സ്പെയിനിൽ നിന്ന് സഞ്ചരിക്കുന്ന ആളുകൾ, സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ദീർഘമായ യാത്ര ചെയ്ത് പണ്ഡിതന്മാരെ കണ്ട് ആ പണ്ഡിതന്മാരിൽ നിന്ന് ഒരു ഇൽമു കരസ്ഥമാക്കി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിലൂടെ പുറപ്പെട്ടു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിജ്ഞാനം എവിടെ കണ്ടാലും അത് പെറുക്കിയെടുക്കണം. വിശ്വാസിയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വത്താണ് വിജ്ഞാനം. ഇന്ന് ആളുകൾക്ക് അറിവ് പഠിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറവാണ്.
അതിനൊന്നും ലജ്ജയില്ലാത്ത ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട ആളുകൾ, ഒരുപാട് ഉത്ബോധനങ്ങൾ കേട്ട ആളുകൾ, ഒരുപാട് വിവരങ്ങൾ കിട്ടിയ ആളുകൾ, വീണ്ടും പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള താല്പര്യം, അതാണ് വലിയ പ്രതിഫലാർഹമായ ഒരു പ്രവർത്തനമായി ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന വയസ്തഗ്ഫിറു ലഹുൽ ഹിതാനു ഫിൽ മാ. അയാൾക്ക് വേണ്ടി സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ പോലും ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നമ്മൾ മലക്കുകളുടെ സംരക്ഷണമുള്ള, മലക്കുകളുടെ പ്രാർത്ഥനയുള്ള ഒരു സദസ്സിൽ, സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിലായുള്ളത്. ഉറക്കം തൂങ്ങി അശ്രദ്ധമായി ഇരിക്കേണ്ട ഒരു സദസ്സല്ല. പിന്നെയോ വിജ്ഞാനത്തിൻ്റെ ഒരു സദസ്സ്. ഖുർആൻ പറയുകയാണ് ചരിത്രം, ഖുർആൻ പറയുകയാണ് സംഭവങ്ങൾ ഓരോന്നും. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, നമുക്ക് യാത്ര തുടരാം, യാത്ര അങ്ങോട്ട് ആരംഭിക്കാം. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളിയ ഹുഖബാ. വഇദ് ഖാല മൂസാ ലിഫതാഹു, മൂസ തൻ്റെ കൂടെയുള്ള യുവാവിനോട് പറഞ്ഞു, ലാ അബ്റഹു, നമ്മൾ ഒരിക്കലും ഇനി യാത്ര അവസാനിപ്പിക്കുകയില്ല, ഒരിക്കലും നിൽക്കുകയില്ല, ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെത്തുന്നത് വരെ നമ്മൾ ഇനി യാത്ര അവസാനിപ്പിക്കുകയില്ല. ഔ അംളിയ ഹുഖബാ, അല്ലെങ്കിൽ നമ്മൾ യുഗങ്ങളോളം സഞ്ചരിക്കും. എവിടെയാണോ പോകേണ്ടത്, എന്നാണോ അയാളെ കാണുന്നത്, അതുവരെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ആ രൂപത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയോട് പറയാ, യാത്രയിൽ കൂടെ ഒരു ഉപ്പ് തേച്ച മത്സ്യത്തെ കൂടി കരുതണം. ഉപ്പ് തേച്ച ഒരു മത്സ്യം, ആ മത്സ്യത്തെ കൂടെ കരുതണം. ആ മത്സ്യം എവിടെ നിന്നാണോ ചാടിപ്പോകുന്നത്, മത്സ്യം ചാടിപ്പോകുന്നത്, അവിടെയായിരിക്കും നിങ്ങൾ ആ മനുഷ്യരെ നിങ്ങൾ കണ്ടെത്തുക. അദ്ദേഹത്തെ കാണാനുള്ള അടയാളം അതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. വഹിയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമയും കൂടെയുള്ള യൂശഅ ഇബ്നു നൂൻ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ മകൻ എന്നാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമയുടെ മകൻ യൂശഅ നബി അലൈഹിസ്സലാമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ എന്നാണ്. എന്നിട്ടോ അവർ യാത്ര ചെയ്തു. ഫലമ്മാ ബലഗാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ ഫലമ്മാ ജാവസാ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസുബാ. വെള്ളിയാഴ്ച ഇങ്ങനെ നമ്മൾ ഓതുന്ന ഒരു ചരിത്രമാണ്. സൂറത്തു കഹ്ഫിൻ്റെ ഈ പരിഭാഷ വായിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ഇതിൻ്റെ ആശയങ്ങൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ഓതണം. അങ്ങനെ ഫലമ്മാ ബലഗാ മജ്മഅ ബൈനിഹിമാ, അവരോട് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ, അവർ രണ്ടുപേരും അവരോട് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നസിയാ ഹൂതഹുമാ, മത്സ്യത്തെ പറ്റി അവർ മറന്നുപോയി. ആരാ മറന്നു പോകുന്നത്? മൂസാ നബി അലൈഹിസ്സലാം. പ്രവാചകന്മാർ മറക്കുമോ? പ്രവാചകന്മാർ മറക്കും എന്നാണ് ചരിത്രം. പ്രവാചകന്മാർ മറക്കും. എന്നിട്ടോ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ, ആ മത്സ്യം അതിൻ്റെ വഴിയിലൂടെ അത് യാത്രയായി. എന്നിട്ട് സമുദ്രത്തിൽ പ്രത്യേകമായ ഒരു തുരങ്കമുണ്ടാക്കി ആ മത്സ്യം. യാത്രക്കിടയിൽ മൂസാ നബി അലൈഹിസ്സലാമയും കൂടെയുള്ള യൂശഅ ഇബ്നു നൂനും ഒരു സ്ഥലത്ത് വിശ്രമിച്ചിരുന്നു. ആ വിശ്രമിച്ചിരുന്ന സ്ഥലത്തായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഈ മനുഷ്യനെ ആളെ കാണുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം മറന്നുപോയി. അവിടുന്ന് യാത്ര തുടർന്നു. ഫലമ്മാ ജാവസാ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസുബാ. ഫലമ്മാ ജാവസാ ഖാല ലിഫതാ, കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഖാല ലിഫതാഹു, മൂസ തൻ്റെ യുവാവിനോട് പറഞ്ഞു, ആതിനാ ഗദാഅനാ, നമ്മുടെ ഭക്ഷണം കൊണ്ടുവാ. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസുബാ, നമുക്ക് ഈ യാത്രയിൽ വല്ലാതെ ക്ഷീണമുണ്ടായിട്ടുണ്ട്. ഖാല അറഅയ്ത ഇദ് അവൈനാ ഇല സഖറതി ഫഇന്നി നസീതുൽ ഹൂത വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ.
മൂസാ നബി അലൈഹിസ്സലാമയുടെ കൂടെയുള്ള ആള് പറയാ മൂസാ നബിയോട്, ഖാല അറഅയ്ത ഇദ അവൈനാ ഇല സഖറതി, നമ്മൾ ആ പാറയുടെ അടുത്ത് വിശ്രമിക്കുന്ന സമയം, ഫഇന്നി നസീതുൽ ഹൂത, ഞാൻ ആ മത്സ്യത്തെ പറ്റി മറന്നുപോയി, വമാ അൻസാനി ഇല്ല ശൈത്വാനു അൻ അദ്കുറ, അതിനെപ്പറ്റി ഓർക്കുവാൻ എന്നെ മറപ്പിച്ചത് ശൈത്വാനാകുന്നു എന്നെ മറപ്പിച്ചത് അതിനെപ്പറ്റി പറയാൻ. വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ, മത്സ്യമാകട്ടെ അതിൻ്റെ സമുദ്രത്തിൽ അത്ഭുതകരമായ രൂപത്തിൽ സമുദ്രത്തിൽ അതിൻ്റെ വഴിയെ സഞ്ചരിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയാ, ഖാല ദാലിക മാ കുന്നാ നബ്ഗി ഫർതദ്ദ അലാ ആസാരിഹിമാ ഖസസാ, ദാലിക മാ കുന്നാ നബ്ഗി, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ തേടുന്നത് അതാണ്. എവിടെ വെച്ചാണ് ആ മത്സ്യം നഷ്ടപ്പെട്ടു പോയത് എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഫർതദ്ദ അലാ ആസാരിഹിമാ ഖസസാ, അവർ രണ്ടുപേരും അവരുടെ കാൽപാദങ്ങളെ പിന്തുടർന്ന് വീണ്ടും യാത്രയായി, പിന്നോട്ട് തന്നെ യാത്രയായി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ഗൈബ് അറിയില്ല, എവിടെയാണ് ആ മഹാനായ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമുക്ക് ഗൈബ് അറിയില്ല. എവിടെയാണ് ആ മത്സ്യം നഷ്ടപ്പെട്ടത് എന്ന് മൂസാ നബിക്ക് ഗൈബ് അറിയില്ല. മൂസാ നബി തിരിച്ചു നടന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു നടക്കുന്നു. എന്നിട്ടോ ഫവജദാ അബദം മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതം മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അങ്ങനെ മജ്മഉൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കണ്ടു അല്ലാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ. ആതൈനാഹു റഹ്മതം മിൻ ഇൻദിനാ, അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിന് കാരുണ്യം നൽകിയിരിക്കുന്നു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, അല്ലാഹു അദ്ദേഹത്തിന് അല്ലാഹുവിൻ്റെ പക്കലുള്ള വിജ്ഞാനം പഠിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അല്ലാഹുവിൻ്റെ പക്കലുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ നബിയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. ഏതോ ഒരു മഹാൻ എന്ന് പറഞ്ഞിട്ട് ചില പ്രസംഗങ്ങളിലൊക്കെ പറയാറുള്ളത്, ആരും കാണാത്ത മഹാൻ എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടാവാറുണ്ട്. ഖുർആൻ പറയുന്നത് അബദം മിൻ ഇബാദിന, അല്ലാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരു പ്രവാചകൻ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കളുടെ പെട്ട ഒരു പ്രവാചകൻ എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അവിടുന്ന് വിശദീകരിക്കുന്നത്. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. മൂസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഒരു വസ്ത്രം പുതച്ചുകൊണ്ടാണ് അദ്ദേഹം ഉള്ളത്. ഫസല്ലമ അലൈഹി, മൂസാ നബി അദ്ദേഹത്തോട് സലാം ചൊല്ലി. ഖാല, അദ്ദേഹം ചോദിച്ചു, ഫഅന്നാ ബി അർളിക സലാം, സലാം പറയുന്ന നാട്ടിൽ നിന്നോ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഈ നാട്ടിൽ എങ്ങനെയാണ് സലാം പറയുന്നത്? ഈ നാട്ടിലുണ്ടോ സലാം പറയുന്ന സ്വഭാവം? ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അന മൂസ, ഞാൻ മൂസയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കളായ ആളുകൾ, ഔലിയാക്കളായ ആളുകൾക്ക് ഗൈബ് അറിയില്ല, ആരായി വന്നത് എന്നറിയുന്നില്ല. പറഞ്ഞ് പരിചയപ്പെടുത്തണം, ഞാൻ മൂസയാണ്, മൂസ ബിൻ ഇമ്രാൻ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാം ആണെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഫി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ കുടുംബത്തിലെ. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാ, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, സന്മാർഗത്തിൻ്റെ ഭാഗമായി അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെയോ? അൽ അത്തബിഉക, ഞാൻ നിങ്ങളെ പിന്തുടരട്ടെയോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. ആ സമയത്ത് ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഖാല ഇന്നക ലൻ തസ്തതിയ മഇയ സുബ്റാ, എൻ്റെ കൂടെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എൻ്റെ കൂടെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. യാത്രയിൽ ആദ്യം വേണ്ടത് എന്താ? ക്ഷമ. എപ്പോഴും ഒരു വിശ്വാസിക്ക് വേണ്ടത് എന്താ? ക്ഷമ. ഇപ്പം ഇന്ന് ക്ഷമയില്ലാത്ത ആളുകൾ വർദ്ധിച്ചു വരുന്നത്. എന്തിനും എടുത്തുചാട്ടം, എന്തിനും ഒരു കാര്യം തന്നെ 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചൂടാവും. അപ്പോൾ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയോട് പറയാ, എൻ്റെ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഇന്നക ലൻ തസ്തതിയ മഇയ സുബ്റാ. ഖാല മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുന്ന സമയത്ത്, ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാ, അല്ലാഹു എനിക്ക് ചില വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖളിർ പറയുന്നു. അല്ലമനി ലാ തഅലമുഹു, എനിക്ക് പഠിപ്പിച്ച ചില കാര്യങ്ങൾ താങ്കൾക്ക് അറിയുകയില്ല. വഅൻത അലാ ഇൽമിൻ ലാ അലമുഹു, താങ്കൾക്ക് ചില കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അത് എനിക്കും അറിയുകയില്ല.
താങ്കൾക്ക് ചില കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതെനിക്കും അറിയുകയില്ല. എനിക്ക് ചില കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് താങ്കൾക്കും അറിയുകയില്ല. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുകയാണ്. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹ്തു ബിഹി ഖുബ്റാ. താങ്കൾക്ക് പരിചയമില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക? ഖാല സതജിദുനി ഇൻഷാഅല്ലാഹു സ്വാബിറൻ വലാ അഅ്സീ ലക അംറാ. എന്നെ നിങ്ങൾക്ക് ക്ഷമയുള്ളവനായി കണ്ടെത്താം. വലാ അഅ്സീ ലക അംറാ, ഒരു കാര്യത്തിലും ഞാൻ നിങ്ങൾക്ക് ധിക്കാരം കാണിക്കുകയില്ല. അങ്ങനെ യാത്ര തുടരുകയാണ്. ഖാല ഫഇനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. ഈ യാത്ര തുടരുന്ന സമയം ഞാൻ താങ്കളോട് എന്താണോ പറയുന്നത്, ചെയ്യുന്ന കാര്യങ്ങൾക്ക് താങ്കളോട് ഞാൻ വിശദീകരണം നൽകാതെ താങ്കൾ ഒരിക്കലും എന്നോട് ചോദിക്കരുത് എന്നാണ് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അങ്ങനെ യാത്ര തുടരുന്ന സമയം എന്താണ് ആദ്യമായി സംഭവിക്കുന്നത്? ഫൻത്വലഖാ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീനതി ഖറഖഹാ. അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. യാത്രയിൽ ഒരു സമുദ്രത്തിൻ്റെ തീരത്തുകൂടിയുള്ള ഒരു യാത്രയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. ഖറഖഹ, ഖളിന് ഓട്ടയുണ്ടാക്കി. കപ്പലിന് ഓട്ട, വെറുതെ ഇങ്ങനെ കപ്പലിൽ കയറാൻ വേണ്ടി ആളുകൾ സഹായിച്ച, നല്ല ആളുകളായ ആളുകൾ സഹായിച്ച ആ സമയം ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ആ കപ്പലിന് ഓട്ടയുണ്ടാക്കി. ഖാല അഖറഖതഹാ ലിതുഗ്രിക അഹ്ലഹാ ലഖദ് ജീത ശൈഅൻ ഇംറാ. മൂസാ നബി ചോദിച്ചു. അപ്പോൾ തന്നെ ചില ആളുകളെ അങ്ങനെ എന്ത് കണ്ടാലും അപ്പോൾ ചോദിക്കും. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഈ സ്വഭാവം എവിടെ അങ്ങനെയായിരുന്നു എന്നാണ്. ഏതൊരു തിന്മ കാണുമ്പോഴും അപ്പോൾ ചോദിക്കുന്ന ഒരു സ്വഭാവം, അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം. മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അഖറഖതഹാ ലിതുഗ്രിക അഹ്ലഹാ, കപ്പലിലെ ആളുകളെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തിനാ കപ്പലിന് ഓട്ടയുണ്ടാക്കിയത്? ലഖദ് ജീത ശൈഅൻ ഇംറാ, ഏറെ ഗൗരവമായ ഒരു കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തത്. ഖാല അലം അഖുൽ ഇന്നക ലം തസ്തതിയ മഇയ സുബ്റാ. ആ സമയത്ത് ഖളിർ പറയുന്നു, ഇന്നക ലം തസ്തതിയ മഇയ സുബ്റാ, താങ്കൾക്ക് സാധിക്കുകയില്ല എൻ്റെ കൂടെ ക്ഷമിക്കുവാൻ. എപ്പോഴും കൂടെയുള്ള ആള്, യാത്ര ചെയ്യുന്ന ആളെ ക്ഷമിക്കാൻ സാധിക്കണം, സഹിക്കാൻ. കുടുംബജീവിതത്തിലൊക്കെ എന്താ വേണ്ടത്? പരമാവധി ക്ഷമ, സഹനം. ജീവിതത്തിൽ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമൊക്കെ പഠിപ്പിക്കാൻ. മൂസാ നബിയും ഒരു മനുഷ്യനാണ്. മനുഷ്യരിൽ നിന്ന് സഹജമായ ചെറിയ ചെറിയ ദൗർബല്യങ്ങളെല്ലാം ഒരുപക്ഷെ ഉണ്ടായേക്കാം. യാത്രയുടെ ആ സമയം മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യത്തിന് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കുകയില്ലേ? ഖാല ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഖാല ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നുപോവാ. പ്രവാചകന്മാർ മറന്നു പോകുമോ? മറന്നുപോകും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു, ഞാൻ മറന്നുപോയതാണ്. മറന്നുപോയ കാര്യത്താൽ നിങ്ങൾ എന്നെ പിടികൂടരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രയാസപ്പെടുത്തുന്നൊരു അവസ്ഥയുണ്ടാക്കരുത്. അങ്ങനെ യാത്ര തുടരുകയാണ്. ഫൻത്വലഖാ ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ ഫഖതല. അങ്ങനെ രണ്ടുപേരും വീണ്ടും യാത്രയായി. എന്നിട്ടോ ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ ഫഖതല, ഒരു കപ്പലിൽ നിന്നിറങ്ങി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുട്ടികളുടെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, നല്ലൊരു കുട്ടി, ഫഖതലഹു, ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയെ കൊന്നു. കുട്ടിയുടെ കഴുത്തങ്ങോട്ട് പിടിച്ച് യൽഅബു മഅൽ ഗിൽമാനി ഫകാന അഹ്സനുഹും വഅജ്മലുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളവനും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനുമായിരുന്നു. ഫഅഖദഹു, അവനെ പിടിച്ചു. ഫഅഖല റഅസഹു, അവൻ്റെ തല അങ്ങോട്ട് പിഴുതെടുത്തു. ബിയദിഹി, തൻ്റെ കൈ കൊണ്ട്. ഫഖതലഹു, കൊന്നുകളഞ്ഞു. വഅൻകറഹു മൂസാ മിൻ അശദ്ദിൽ അവ്വലി, നേരത്തെ ഉള്ളതിനേക്കാൾ മൂസാ നബി അലൈഹി സ്വലാം വെറുത്തു. അത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യും? നല്ലൊരു കുട്ടിനെ കൊല്ലോ, നല്ലൊരു കുട്ടിനെ കൊല്ലുകയാണോ? നോക്കൂ നിങ്ങൾ. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഇയ സുബ്റാ. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം എങ്ങനെയാണ്? ഒരാൾ മറ്റൊരാളെ കൊന്നു. ഒരാൾ മറ്റൊരാളെ കൊന്നതിന് പകരമായി കൊല്ലാം, ഒന്നും ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ നല്ല ഒരു കുഞ്ഞിനെ നിങ്ങൾ എന്തിനാ കൊന്നത്?
ലഖദ് ജീത ശൈഅൻ നുക്റ, വെറുക്കപ്പെട്ട ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്തത്. ആ സമയം മൂസാ നബി അലൈഹിസ്സലാമയോട് ഖിദ്ർ പറയുകയാണ്, അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഅയ സുബ്റ, എൻ്റെ കൂടെ സഹിക്കാൻ സാധിക്കുകയില്ല, ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബിനി, ഇനി ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എൻ്റെ കൂടെ കൂടണ്ട. അത് ബലഗത മില്ലദുന്നീ ഉദ്റ, നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് ന്യായം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ അടിമയായ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ കൂടെ യാത്ര ചെയ്യുന്നു. മൂസാ നബിയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയം പിന്നീടുണ്ടാകുന്ന സംഭവം എന്ന് ചോദിച്ചാൽ, ഫന്തലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹാ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഖാമ ഖാല ലൗ ശിഅത ലത്തഖത അലൈഹി അജ്റാ. ഒരു ഗ്രാമവാസികളുടെ അടുത്തെത്തി വളരെ ദൂരം സഞ്ചരിച്ചവരാണ്, വിശക്കുന്നുണ്ട്. ആ ഗ്രാമവാസികളോട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം ചോദിച്ചപ്പോൾ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, അവരെ സൽക്കരിക്കുവാൻ അവർ വിസമ്മതിച്ചു. ഭയങ്കര പിശുക്കന്മാരാ, ഒന്നും കൊടുക്കൂല, ആർക്കും ഒന്നും കൊടുക്കാത്ത, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകൾ നമ്മൾ പറയില്ല, അതേപോലെ പിശുക്കന്മാരായ മനുഷ്യന്മാരാണ് അവർ. സൽക്കരിച്ചില്ല. സാധാരണ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഖാമ ഫവജദാ ഫീഹാ ജിദാറൻ, അവിടെ അവർ രണ്ടുപേരും ഒരു മതിൽ കണ്ടു. യുരീദു അൻ യൻഖല്ല, വീഴാൻ പോകുന്ന ഒരു മതിൽ. ഫഖാമഹു, ഖിദ്ർ അലൈഹിസ്സലാം അതിനെ നേരെയാക്കി. അത്ഭുതമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഖിദ്ർ ചെയ്യുന്നതൊക്കെ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ഖാല ലൗ ശിഅത ലത്തഖത അലൈഹി അജ്റാ, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് അവരോട് എന്തെങ്കിലും പ്രതിഫലം വാങ്ങാമായിരുന്നു. പിശുക്കന്മാരായ മനുഷ്യന്മാരുടെ മതിൽ എന്തിനാ വെറുതെ നന്നാക്കി കൊടുക്കുന്നത്? നമ്മളെന്തിനാ അവരെ മതിൽ നന്നാക്കി കൊടുക്കുന്നത്? നമ്മളെ വഴിക്ക് പോയാൽ പോരെ. ആ സമയത്ത് ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക് സൗനബ്ബിഉക ബിതവീലി മാ ലം തസ്തി അലൈഹി സുബ്റാ. ആ സമയത്ത് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഇത് നമ്മുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള വേർപാടാണ്. സൗനബ്ബിഉക, താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരാം, ബിതവീലി മാ ലം തസ്തി അലൈഹി സുബ്റാ, താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത ആ വിഷയത്തിൻ്റെ വിശദീകരണം, ആ കാര്യങ്ങളുടെ വിശദീകരണം. എന്തൊക്കെയാണ് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്, എന്താണ് മൂസാ നബി അലൈഹി സ്വലാമിന് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? യാത്രയിലെ പാഠങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ആ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നു. അതാണ് അവരുടെ മുഅ്ജിസത്തുകൾ. മഹാനായ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു മുഅ്ജിസത്തിൻ്റെ ഭാഗമായി അറിയിച്ചു കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ടോ അദ്ദേഹം പറയുകയാണ്, അമ്മസ്സഫീനതു കാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹരി ഫഅറത്തു അൻ അഈബഹാ വകാന വറാഅഹും മലകുൻ യഖുദു കുല്ല സഫീനത്തിൻ വസ്ബാ. അമ്മസ്സഫീനതു, ഞാനില്ലേ ആ കപ്പൽ ഞാൻ കേടുവരുത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫക്കാനത്തിൽ മസാക്കീന, സാധുക്കളായ ആളുകളുടെ കപ്പലായിരുന്നു അത്. ഒരു കപ്പൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള രണ്ടാളുകളുടെ കപ്പലായിരുന്നു അത്, മിസ്കീന്മാരുടെ കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹരി, അവർ കടലിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഫഅറത്തു അൻ അഈബഹാ, ഞാനതിന് ന്യൂനതയുണ്ടാക്കിയത്. വകാന വറാഅഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ വസ്ബാ, നല്ല കപ്പലുകളെയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് മുമ്പിലുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കപ്പലിന് ഓട്ടയുണ്ടായിക്കഴിഞ്ഞാൽ ആ കപ്പലിനെ പിടിച്ചെടുക്കുകയില്ല. എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ ആ കപ്പലിനെ പിടിച്ചെടുക്കുകയില്ല. അത് കാരണമായി ആ കപ്പലിൻ്റെ ഒരു പലക ഞാൻ ഇളക്കി, അത് ഞാൻ കേടുവരുത്തി. ആ രാജാവ് പിടിച്ചെടുക്കുന്ന കവർച്ചക്കാരനായ ആ രാജാവിൻ്റെ കവർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുന്ന പല സംഗതികളും നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അറിയാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ടാവും.
ഈ അത്ഭുതങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ അവൻ്റെ പ്രവാചകന്മാർക്ക് അത് അറിയിച്ചു കൊടുക്കുന്നു. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖസീനാ യുർഹിഖുഹുമാ തുഗ്യാനം വകുഫ്റാ. വഅമ്മൽ ഗുലാമു, ഞാൻ ആ കുഞ്ഞിനെ കൊന്നില്ലേ. എന്താണ് ആ കുഞ്ഞിനെ കൊന്നതെന്നറിയോ? ഫകാന അബവാഹു മുഅ്മിനൈനി, അവരുടെ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നല്ലവരായിരുന്നു, വിശ്വാസികളായ ആളുകളായിരുന്നു മാതാപിതാക്കൾ. തൗഹീദുള്ള മാതാപിതാക്കളായിരുന്നു, അള്ളാഹുവിനെ പേടിയുള്ള മാതാപിതാക്കളായിരുന്നു, എല്ലാ അർത്ഥത്തിലും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളായിരുന്നു. പക്ഷേ ഭാവിയിൽ ഈ കുഞ്ഞ് ഏറ്റവും കൂടുതൽ ദൗർഭാഗ്യവാനും അതേപോലെ അക്രമിയും അതേപോലെ എല്ലാ അർത്ഥത്തിലും അവിശ്വാസത്തിന് കൂട്ടുനിൽക്കുന്നവരുമായി മാറും. ഈ കുഞ്ഞ് ഒരുപക്ഷെ ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ പോലും അവിശ്വാസത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണമായി അത് നേരത്തെ അള്ളാഹു എനിക്ക് വിവരം നൽകിയതിനാൽ ഞാൻ ആ കുഞ്ഞിനെ കൊന്നതാണ് എന്ന് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ചില മരണങ്ങൾ, ചില അപകടങ്ങൾ, ചില ദുരന്തങ്ങൾ ചിലതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കാണാത്ത പലതും അള്ളാഹു അതിലൂടെ തീരുമാനിച്ചിട്ടുണ്ടാവും, അതിനേക്കാൾ വലിയ എന്തെങ്കിലും അപകടങ്ങളിൽ രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് അസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഫഹുവ ശർറുൻ ലക്കും, ചിലപ്പോൾ നിങ്ങൾക്കത് തിന്മയായിരിക്കും. വഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം വഹുവ ഖൈറുൻ ലക്കും, ഒരുപക്ഷേ നിങ്ങൾക്കത് നന്മയായിരിക്കും. ആത്യന്തികമായി തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അത് തീരുമാനിക്കാനുള്ള ബുദ്ധിയൊന്നും നമുക്കാർക്കും അല്ലാഹു നൽകിയിട്ടില്ല, അല്ലാഹുവിൻ്റെ അറിവാണ്. എന്തേ അപ്പോൾ അത് അങ്ങനെ സംഭവിച്ച്, അയാൾ എന്തേ അവിടുന്ന് മരിച്ചത് എന്നൊന്നും ചോദിക്കരുത്, അല്ലാഹുവിൻ്റെ അറിവാണ്. നോക്കൂ, നിങ്ങളത് കാരണമായി ഭാവിയില്ല കുട്ടി അവരവിശ്വാസത്തിലേക്ക് നയിക്കുമോ എന്ന് ഭയപ്പെട്ടു. അത് കാരണമായി അല്ലാഹു എനിക്കത് അറിയിച്ചു തന്നു. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ കൊന്നുവെന്ന് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഫറദിനാ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബറുഹുമാ. ഫറദിനാ, അല്ലാഹു ഉദ്ദേശിച്ചു, അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ, അവനേക്കാൾ പരിശുദ്ധനായ ഒരു സന്താനത്തെ നൽകുവാൻ, വഅഖറബറുഹുമാ, ഏറ്റവും നന്നായി കുടുംബ ബന്ധം പുലർത്തുന്ന, ഏറ്റവും ഇപ്പോൾ മക്കളാവുമ്പോൾ എന്തായിരിക്കണം? നല്ല സംസ്കാരമുള്ള മക്കളായിരിക്കണം. കുറേ ഗുരുത്തം കെട്ട മക്കളുണ്ടായിട്ട് കാര്യമില്ല. ബാപ്പാനും പറയിപ്പിക്കും, ഉമ്മാനും പറയിപ്പിക്കും, കുടുംബത്തെ മുഴുവനും പറയിപ്പിക്കും. ഇന്ന ആളെ മോനാന്ന് പറയും, ഇന്ന ആളെ മോനാണ്, ആ മോനാണ് ഈ കുരുത്തക്കെട്ട് ചെയ്തതെന്ന് ബാപ്പാക്കും ഉമ്മാക്കും ഒക്കെ പേരായി. അതോടുകൂടി കുടുംബത്തിൻ്റെ എല്ലാ നല്ല പാരമ്പര്യവും ആ മകൻ കളഞ്ഞു കുളിച്ചു. നോക്കൂ നിങ്ങൾ, വഅഖറബറുഹുമാ, ഏറ്റവും നല്ല കുടുംബ ബന്ധമുള്ള ഒരു മകനെ നൽകുവാൻ അല്ലാഹു ആഗ്രഹിച്ചു. അത് കാരണമായിട്ടാണ് ആ മകനെ കൊന്നത്. ഫറദിനാ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബറുഹുമാ വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി. പിന്നെ ആ മതിൽ നന്നാക്കി കൊടുത്തതില്ലേ, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളാ ആ മതിൽ നന്നാക്കി കൊടുത്തത്. ആ മതിൽ ലിഗുലാമൈനി യതീമൈനി, രണ്ട് സാധുക്കളായ യതീമുകളായ രണ്ട് മക്കളുടെ മതിലായിരുന്നു. ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള. വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ആ മക്കൾക്ക് ആ മതിലിന്റെ താഴെ ഒരു നിധി ഉണ്ടായിരുന്നു. വകാന അബൂഹുമാ സ്വാലിഹ, അവരുടെ പിതാവ് സ്വാലിഹായ ഒരു പിതാവായിരുന്നു. ഫറാദ റബ്ബുക അൻ യബ്ലുഗാ ശുദ്ധഹുമാ, ആ സ്വാലിഹായ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പേ ആ മതിലിന്റെ താഴെ പിതാവ് അവർക്ക് വേണ്ടി കുറച്ച് സമ്പത്ത് വെച്ചതായിരുന്നു. ആ സമ്പത്ത് അവർ പ്രായപൂർത്തിയായ ശേഷം അവർക്ക് ലഭിക്കുവാനാണ് അല്ലാഹു തീരുമാനിച്ചത്. വയസ്തഖ്രിജാ കൻസഹുമാ, അവരുടെ നിധി ആ സമയത്ത് പുറത്തെടുക്കുവാനാണ് അല്ലാഹുവിൻ്റെ തീരുമാനം. വമാ ഫഅൽതുഹു അൻ അംരി, ഇവിടെയാണ് നമ്മുടെ വിഷയം. വമാ ഫഅൽതുഹു അൻ അംരി, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കറാമത്ത് കൊണ്ട് ചെയ്തതല്ല. വമാ ഫഅൽതുഹു അൻ അംരി, എൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് ചെയ്തതല്ല. ദാലിക തഅ്വീലു മാ ലം തസ്തി അലൈഹി സുബ്റാ, താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കാതിരുന്ന വിഷയത്തിൻ്റെ വിശദീകരണം ഇതാണ്. നോക്കൂ നിങ്ങൾ, ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നോക്കൂ നിങ്ങൾ, അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഈ ഭൗതികമായ ലോകത്ത് നടക്കും. ആ നടക്കുന്ന വിഷയങ്ങൾ ആത്യന്തികമായി ആർക്കേ അറിയൂ? അള്ളാഹുവിനെ അറിയൂ. അള്ളാഹുവിൻ്റെ ഇൽമ് അപാരമാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അപാരമാണ്, അള്ളാഹുവിൻ്റെ ശക്തി അപാരമാണ്. നോക്കൂ നിങ്ങൾ, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ നഖ്ലാം, ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും പേരയായാലും,
വൽബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ്. സമുദ്രം മുഴുവനും, ഭൂമിയിലുള്ള സമുദ്രം മുഴുവനും മഷിയായാലും ഭൂമിയിലുള്ള മരങ്ങൾ മുഴുവനും പേനയായി കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെ നമുക്ക് എഴുതി തീർക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ അറിവ് അങ്ങനെയാ. നമ്മുടെ അറിവ് വളരെ ചെറിയ അറിവാണ്. നമ്മുടെ അറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കുറഞ്ഞ വിജ്ഞാനം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ വിജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ളൂ. ഭാവിയിലെ കാര്യങ്ങളെപ്പറ്റി, വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ കഴിവ് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ഖളിർ മരിച്ചു പോയിട്ടില്ല, അയാൾ ചിരഞ്ജീവിയായി ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൂടി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരാളുടെ സംസാരത്തിൽ ഞാൻ കേട്ടത് ആരും കാണാത്ത മഹാൻ എന്ന് പറഞ്ഞ് ആ മഹാനെ പറ്റി വിശദീകരിക്കുന്നത് ഖളിർ എല്ലാ സമയത്തും ഈ ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്, എല്ലാ സമയത്തും. എന്നിട്ട് അയാളെ സംബന്ധിച്ച് ഒരുപാട് ഇല്ലാത്ത അപദാനങ്ങൾ പറഞ്ഞത്. ഇബ്നു അറബിനെ പോലെയുള്ള സൂഫികളായ ആളുകളാണ് ഇയാളെ സംബന്ധിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയത്. ഇബ്നു അറബിനെ പോലെയുള്ള സൂഫികളായ ആളുകൾ, സൂഫിസും ത്വരീഖത്തൊക്കെ ആളുകൾക്കിടയിൽ ചർച്ചയാണോ. ഹദീസിൽ, ഖുർആനിലും ഹദീസിലും വന്നിട്ടില്ലാത്ത ഒരുപാട് അബദ്ധമായ ധാരണകൾ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ. നിനക്ക് മുമ്പ് നബിയെ ഒരു മനുഷ്യനും നാം ശാശ്വതമായി, ഈ ദുനിയാവിൽ ശാശ്വതമായ ജീവിതം ആർക്കും നൽകിയിട്ടില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കും. അപ്പോൾ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമയും മരിച്ചുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഖളിർ അലൈഹിസ്സലാത്തെ സംബന്ധിച്ചുള്ള കെട്ടുകഥകൾ ഒരുപാടുണ്ട്. ഖുർആനിൽ പറഞ്ഞ, ഹദീസിൽ പറഞ്ഞ സംഭവങ്ങൾക്കപ്പുറം ഉള്ളതെല്ലാം ഇസ്രായേലി കെട്ടുകഥകളാണ്. എങ്ങനെ ഈ കെട്ടുകഥകൾ വരുന്നതെന്ന് വെച്ചാൽ ഒന്നും ഒരു അഡ്രസ്സും ഇല്ല. തുമ്പവല വാല എന്ന് പറയലേ, വാലും ഇല്ല, ഒരു തുമ്പൂല. അങ്ങോട്ട് പറയാണ്, ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങോട്ട് പറയാം. ഖുർആനോ അല്ല, ഹദീസോ അല്ല, പിന്നെയോ ഇസ്രായേലിയാത്ത് എന്നാണ് പറയുക, കെട്ടുകഥകൾ. ആ കെട്ടുകഥകൾ സത്യത്തിൽ ഈ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞു വരാനുണ്ട്. നോക്കൂ നിങ്ങൾ, അതേപോലെ തന്നെ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന് ചില 3 പേരുകളുണ്ട്. ആ 3 പേരുകൾ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പരലോകത്ത് ഉന്നതമായ പദവി കിട്ടും എന്നാണ് റമദാനിൽ ഇവിടെ പ്രഭാഷണം നടത്തിയ ഒരാൾ പറഞ്ഞത്. അയാളുടെ പ്രസംഗത്തിൻ്റെ വിഷയം എന്താ വെച്ചാൽ ആരും കാണാത്ത മഹാൻ എന്നായിരുന്നു വിഷയം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വന്നത് തന്നെ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 പേരുകൾ, ആ പേരൊന്നും പറഞ്ഞിട്ടില്ല, 3 പേരുകളുണ്ട്. ആ 3 പേരുകൾ ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഉന്നതമായ പദവി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്താണ്. എന്നിട്ട് ചില ആളുകൾ കാണാം, ഞാൻ ചില പണ്ഡിതന്മാരുമായി സംസാരിച്ച് നോക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞങ്ങനെ, ചില ആളുകൾ കാണാം ആളെ കണ്ടാൽ അങ്ങനെ പിടിച്ചു നോക്കും, ആളെ കണ്ട കൈയിൻ്റെ തള്ളവിരൽ ഇങ്ങനെ പിടിച്ചു നോക്കും. തള്ളവിരലിന് എല്ലില്ല പോലും ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്, അദ്ദേഹത്തിൻ്റെ തള്ളവിരലിന് എല്ലില്ല. അപ്പോൾ നിങ്ങൾ ഖളിറാണോ എന്ന് ഒരാളെ കണ്ടാൽ ഇങ്ങനെ ആളുകൾ പിടിച്ചു നോക്കും. ആരായത്? ത്വരീഖത്തിൻ്റെ ആളുകളും സൂഫിസത്തിൻ്റെ ആളുകളും. ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അബദ്ധമായ ധാരണകളാണ്. ഈ അബദ്ധമായ ധാരണകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ടത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ. ഖുർആനും ഹദീസുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്കൊരിക്കലും അത് തെളിവായി സ്വീകരിക്കാനും പാടില്ല. ആ മഹാന്മാരായ ആളുകളുടെ കറാമത്തിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഏറ്റവും വലിയ മഹാൻ. ഏറ്റവും വലിയ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാവിയിലെ മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി ചില ആളുകൾ എഴുതി വിട്ടെന്താന്ന് വെച്ചാൽ മുഹീദ്ദീൻ ഷെയ്ഖ് എല്ലാം അറിയും. വഅലമു ഇൽമല്ലാഹി അഹ്സാ ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതിഹി. അല്ലാഹുവിൻ്റെ ഇൽമ എത്രയുണ്ട് എന്ന് എനിക്കറിയാം. അഹ്സാ ഹുറൂഫഹു, അതിൻ്റെ ഹർഫുകളെ പറ്റി എനിക്ക് കൃത്യമായി അറിയാം.
വഅലമു മൗജൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ എത്രയുണ്ട് എന്ന് എനിക്കറിയാം. കം ഹുവ മൗജതി, ആ തിരമാലകൾ എത്ര പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നുരയും പതയും എത്രയുണ്ട് എന്നൊക്കെ എനിക്കറിയാം എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായി ബഡായി. ആരാ? മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി എഴുതിയ ചില ആളുകൾ. മുഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് യഥാർത്ഥ തൗഹീദാണ്. തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ് സത്യത്തിൽ ഇത്തരം പ്രചാരണങ്ങളൊക്കെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ പല മഹാന്മാരും ഉണ്ട്. ആ മഹാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ മറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാം എന്നാണ് വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയോ? മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അത് പറഞ്ഞോ? ഏത്? തനിക്ക് മറഞ്ഞ കാര്യം അറിയുമെന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും അള്ളാഹുവിലുള്ള വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും അത് പറയരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് മഹാ അപകടമാണ്, വലിയ അക്രമമാണ് ശിർക്ക്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആ വിധ ഒരുപാട് വിശ്വാസങ്ങൾ, മഹാന്മാരെ പറ്റിയും അമ്പിയാക്കളെ പറ്റിയും ഔലിയാക്കളെ പറ്റിയൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലയുറപ്പിച്ച് അതിൻ്റെ പ്രചാരകന്മാരായി നടക്കുന്ന ആളുകൾ. നാളത്തെ കാര്യങ്ങൾ അറിയാം, ഭാവി അറിയാം എന്ന് പറഞ്ഞിട്ട്, ഭാവി അറിയാം എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ ഭാവി അറിയോ? അവരുടെ ഭാവി തന്നെ ആവിയാ. എന്നിട്ട് അവർ ഭാവിനെ പറ്റി പറയുന്നു. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും ഭാവി അറിയാമെന്ന് ഒരാൾ പറഞ്ഞു, അയാളിലേക്ക് നമ്മൾ പോയി, അയാൾ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചാൽ വഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു. അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ ഭാവി പ്രവചിക്കുന്നവനാണ് എന്നൊരാൾ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പോവരുത് എന്നും അത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ, മഹാന്മാരെ പറ്റിയും അമ്പിയാക്കളെ പറ്റിയും ഔലിയാക്കളെ പറ്റിയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ. നോക്കൂ നിങ്ങൾ, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ആളുകൾ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. വലിയ ഔലിയായിട്ട് ആളുകൾ ആ രൂപത്തിൽ പുകഴ്ത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ആ ശിർക്ക് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദാണ് അദ്ദേഹം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുകയാ, യാ മുസ്ലിമേ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ എങ്ങനെ പറയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകളെ വെച്ചുകൊണ്ട്. അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുന്നില്ലേ? അല്ലാഹു അല്ലാത്ത ആളുകളോട് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറയുന്ന ആളുകളില്ലേ? അത്തരം ആളുകളൊക്കെ എന്താണ്? അവർ അവലംബമായി അത്തരം ആളുകളെയാണ് തേടുന്നത്. മഹാന്മാരാവട്ടെ, നബിമാരാവട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും അറിയില്ല അവർക്കാർക്കും. അള്ളാഹു എന്താണോ അറിയിച്ചു കൊടുക്കുന്നത് അത് മാത്രമേ അവർക്കറിയൂ. അത് ഇന്ന സമയത്ത് ഇന്ന പോലെ നടക്കും എന്ന് അവർക്കാർക്കും നേരത്തെ അറിയില്ല. ഒരാൾ ഇപ്പോൾ അടുത്ത് സംസാരിച്ചത് മുഇസ്സത്തുകൾ മരണത്തിന് ശേഷം എന്നാണ്. അവരുടെ പ്രഭാഷണത്തിൻ്റെ വിഷയം തന്നെ മുഇസ്സത്തുകൾ മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിലനിൽക്കുന്ന ഒരേ ഒരു മുഇസ്സത്ത്, പ്രവാചകൻ്റെ മുഇസ്സത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും മരണത്തിന് ശേഷം ഒരു മുഇസ്സത്തുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വിശുദ്ധ ഖുർആന്റെ ആയത്തോട് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. വലാ തുസ്മിഉ സുമ്മദ് ദുആ, ഒരിക്കലും ബധിരനായ ഒരാളെ, ചെവി കേൾക്കാത്ത ഒരാളെ നിനക്ക് കേൾപ്പിക്കാൻ സാധിക്കാത്തതുപോലെയെന്ന്. അപ്പോൾ തൗഹീദിൻ്റെ വളരെ കൃത്യമായ വിശ്വാസം, അതിൽ നിന്ന് തെറ്റിപ്പോയരുത്. മഹാന്മാരായ ആളുകൾ മഹാന്മാർ തന്നെ, അവർക്കാർക്കും ഗൈബ് അറിയുകയില്ല. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അവർക്കറിയൂ, അള്ളാഹു പഠിപ്പിക്കാത്തത് അവർക്ക് അറിയുകയില്ല. നോക്കൂ നിങ്ങൾ, മുഹീദ്ദീൻ ഷെയ്ഖ് വിശദീകരിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകളെ വെച്ചിട്ട് നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റും? എന്തെങ്കിലും അപകടം പറ്റിയാൽ ബദരീങ്ങളെ എന്ന് വിളിക്കുക, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുക, മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കുക, അജ്മീറിലെ, നാഗൂരിലെ, ഏർവാടിയിലെ, പുത്തമ്പള്ളിയിലെ, മുനമ്പത്തെ ഒക്കെ ആളുകളെ വിളിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട്. നമ്മുടെ ബാധ്യത എന്താ? ഈ തൗഹീദ് ആളുകൾക്ക് എത്തിക്കുക. മഹാന്മാരെ പറ്റിയും അമ്പിയാക്കളെ പറ്റിയൊക്കെ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കുക.
അത് മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായി അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. തവക്കുൽ അല്ലാഹുവിൽ മാത്രം. വകൈഫ തഖൂലു തവക്കൽതു അലല്ലാഹ്, നീ എങ്ങനെ തവക്കൽതു അലല്ലാഹ് എന്ന് പറയും? നീ തവക്കൽതു അലല്ലാഹ് എന്ന് നീ എങ്ങനെ പറയും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിന്റെ തവക്കൽതു അലല്ലാഹ് എന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയുന്ന ആള് ബദരീങ്ങളെ പേര് അസ്മാഉൽ ബദരീൻ എഴുതി കെട്ടി തൂക്കി വീട്ടിൽ. അസ്മാഉൽ ബദരീൻ. ഓൻ പറയും തവക്കൽതു അലല്ലാഹ്. തവക്കൽതു അലല്ലാഹ് പറയുന്ന ഒരാൾ പിന്നെ അസ്മാഉൽ ബദരീൻ കെട്ടി തൂക്കേണ്ട ആവശ്യമില്ല. തവക്കുൽ മുഴുവനും അല്ലാഹുവിൽ തന്നെ. നിന്റെ പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം അല്ലാഹുവിനോട്, നിന്റെ അഭൗതികമായ തേട്ടങ്ങളെല്ലാം അല്ലാഹുവിനോട്. ഈ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ശരിയാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. ഈ സത്യം തുറന്നു പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളുമായ ആളുകൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ അവരോട് അവരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടോ അവരുടെ ഖുദ്റത്ത് കൊണ്ടോ അവരുടെ പിന്നാലെ പോയി അവരോട് തേടാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അവരോട് തേടുന്ന ദുആകളല്ലേ നാട്ടിൽ? ഒരുപാട് കറാമത്തിൻ്റെ കഥകളല്ലേ നാട്ടിൽ? ഇല്ലാത്ത കഥകൾ. മരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് സംസാരിച്ച ആളുകൾ, മരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് കൈ കൊടുത്ത കഥകൾ, സ്വപ്നം കണ്ട കഥകൾ, ഒരുപാട് കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ആ കഥകളുടെ പിന്നാലെ നാട്ടുകാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് കിട്ടി? ഒരസുലുമില്ല, ഒരസുലുമില്ലാത്ത. നോക്കൂ നിങ്ങൾ, അവിടെയാണ് കറകളഞ്ഞ വിശ്വാസത്തിൻ്റെ ആളുകൾ വ്യതിരിക്തരാകുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരുപാട് കഥകൾ ഈ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ ശിർക്കിൻ്റെ വിശ്വാസങ്ങൾ. ഖദർ നമ്മളെ സഹായിക്കും, ഖദറിനോട് തേടാം, ഖദറിനെ പറ്റിയുള്ള ബെയ്ത്ത്, ഖദറിനെ പറ്റിയുള്ള മൗലൂദ്, ഖദറിനോടുള്ള തേട്ടം, ഖദറിനോടുള്ള ദിക്ർ, ഇതൊക്കെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. ഇന്നും ഖദർ ഒരു വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞ് ആ ഖദറിനോട് തേടുന്ന മനുഷ്യന്മാരുണ്ട്. ഏത്? നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആ ആദർശത്തിൻ്റെ യഥാർത്ഥത്തിൽ അഹ്ലുൽ ബിദ്അത്ത് വൽ ദലാലത്ത, അഹ്ലുൽ ബിദ്അത്ത് വൽ ദലാലത്തല്ല, ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, അഹ്ലുൽ ബിദ്അത്ത് വൽ ദലാലത്തായി പോയ ആളുകൾ. എന്താ സുന്നത്ത്? അസുന്നത്തു മാ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, ശരിയാക്കി കാണിച്ചു തന്നത്, അതാണ് സുന്നത്ത്. വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബി, അല്ലാഹുവിൻ്റെ സ്വഹാബത്ത് ഏത് രൂപത്തിൽ ഏകോപിപ്പിച്ച് അഭിപ്രായം പറഞ്ഞോ ആ വിഷയമാണ് ജമാഅത്ത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദാ. ആ തൗഹീദ് വിട്ടുകളഞ്ഞാൽ പിന്നെ പലരിലേക്കും പോകും. അമ്പിയാക്കളിലേക്ക് പോകും, മൗലിയാക്കളിലേക്ക് പോകും, മഹാന്മാരാന്ന് പറയുന്ന ആളുകളിലേക്ക് പോകും. മറഞ്ഞ കാര്യങ്ങൾ അവർക്കറിയാമെന്ന് വിശ്വസിക്കും. ഒരു സുഹൃത്ത് പറയാ, ഒരാളെടുത്ത് മറഞ്ഞ കാര്യം അറിയോ എന്ന് വിചാരിച്ച ഒരാൾ ചെന്ന് എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ട്, അപ്പോൾ ഉസ്താദ് പറഞ്ഞു തരണം എവിടെയാ അതുള്ളത്. അപ്പോൾ ഉസ്താദ് ഉടനെ പറഞ്ഞു, നിങ്ങളൊരു 100 സ്വലാത്തിലേക്കോ 100 സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സാധു പോയി 100 സ്വലാത്തില്ലേ. അടുത്ത ദിവസം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് സാധനം കിട്ടിയില്ലല്ലോ. ഉസ്താദ് സാധനം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ ഒരു 100 യാസീൻ ഓതിക്കോ. ഇയാൾക്കൊരു മനസ്സമാധാനത്തിന് ഉസ്താദ് പറഞ്ഞാണ്. അയാൾ വേഗം പോയി 2 ദിവസം കൊണ്ട് 100 യാസീൻ ഓതി. തിരിച്ചു വന്ന് ഉസ്താദിനോട് ചോദിച്ച്, ഉസ്താദെ സാധനം കിട്ടിയില്ല. അപ്പോൾ ഉസ്താദ് മലപ്പുറം ജില്ലയിൽ ഉസ്താദ് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, നിങ്ങളെന്തിനാ എൻ്റെ അടുത്ത് വന്ന് ഞാനെങ്ങനെ എടുത്തുവെച്ചുക്കണോ? നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് വരുന്നുണ്ടാകും വിചാരിക്കും ഞാനെങ്ങനെ എടുത്തുവെച്ചമായിരിക്കും. ആർക്കെങ്കിലും അറിയോ സഹോദരന്മാരെ? അദൃശ്യമായ ഭാവിയിലെ കാര്യങ്ങളോ മറഞ്ഞ കാര്യങ്ങളോ ആർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അവർക്ക് പോലും അറിയില്ല. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അടുത്ത് മലക്കുകൾ വന്നു. മലക്കുകൾ വന്നത് മനുഷ്യരൂപത്തിൽ. പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഥികളെ സൽക്കരിക്കുവാൻ വേണ്ടി ഒരു പൊരിച്ച മൂരിക്കുട്ടനെ, അവിടെ ഒരു പാഠം കൂടി ഉണ്ടേ, അതിഥികൾക്ക് വെറും കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞേക്കണ്ട, നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം. ഒരു പൊരിച്ച മൂരിക്കുട്ടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൊരിച്ച് ഉഷാറായിട്ട് മേശപ്പെടുത്ത് കൊണ്ടുവന്നു.
ആരാ കൊണ്ടുവന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സാധാരണക്കാരനല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുന്നു അവർ ഭക്ഷണം കഴിക്കുന്നില്ല. ചോദിച്ചു, അലാ തഅകുലൂൻ, നിങ്ങൾ എന്തേ ഭക്ഷണം കഴിക്കാത്തത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ മലക്കുകളാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു ഞങ്ങളെ അയച്ചതാണ്, താങ്കൾക്കൊരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടിയും. നോക്കൂ നിങ്ങൾ, ഔലിയാക്കളായ ആളുകൾക്ക് പിന്നെങ്ങനെ മറിഞ്ഞതറിയും? അമ്പിയാക്കൾക്ക് പോലും അറിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ നിറഞ്ഞു നിൽക്കുകയാണ് ഏത് വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അപവാദ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടുന്നില്ല. സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് ആയിഷ അല്ലാത്ത വേറെ ഭാര്യമാരൊന്നുമില്ല, ഒന്ന് ഒഴിവാക്കിക്കൂടെ ആയിഷനെ? അവർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അവർ പോലും വിചാരിച്ചു പോയി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. അങ്ങനെ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ചില ആളുകൾ തന്നെയാണ് ആ ഇഫ്ക് കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയത്, പരത്തിയത് എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് അവതരിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കിയത്, സ്വഹാബത്തിന് മനസ്സിലായത് എന്താ സംഭവിച്ചതെന്ന് അള്ളാഹു വഹി അറിയിക്കുന്ന സമയത്ത് മാത്രം. അപ്പോൾ ഏത് മഹാന്മാരായ ആളുകളും ഗൈബ് അറിയുകയില്ല. മറഞ്ഞ കാര്യം, അദൃശ്യമായത്, മറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത അഭൗതികമായ അദൃശ്യമായ കാര്യങ്ങൾ, അത് അള്ളാഹുവിൻ്റെ അറിവാണ്. അള്ളാഹുവിൻ്റെ അറിവാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എവിടെയാണ്, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, എപ്പോഴാണ് ഒരാൾ മരിക്കുക? നോക്കൂ നിങ്ങൾ, ഗൗരവമായ വിശുദ്ധ ഖുർആന്റെ അവതരണം. എപ്പോഴാണ് അന്ത്യദിനമുണ്ടാവുക? എടുത്ത് ഒരാൾ പറയാ, ദജ്ജാൽ വരാനായി ആളുകളെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇല്ലാത്ത കഥകൾ പ്രചരിക്കും. ദജ്ജാൽ വരാനായി, അന്ത്യദിനം അടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നന്നായിക്കോ. അന്ത്യദിനത്തെ പറ്റിയുള്ള വിവരം ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയോ? റസൂലുള്ളാഹിക്ക് പോലും അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള വിവരം അറിയുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുക, എപ്പോഴാ അന്ത്യദിനം, ഇപ്പൊ പിടിച്ചോ എന്ന് പറഞ്ഞ റസൂലുള്ള മറുപടി പറയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു അഅലം, അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതെ, എപ്പോഴാണ് മുഹമ്മദേ അന്ത്യദിനം ഉണ്ടാവുക, എപ്പോഴാണ് മഴ പെയ്യുക? നോക്കൂ നിങ്ങൾ, ആലോചിച്ചു. അദൃശ്യമായ അഭൗതികമായ വിഷയങ്ങളിലെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തല്ലേ, അപാരമായ അനുഗ്രഹമല്ലേ. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘപാളികളിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കുന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നമ്മളോ? ഏത് ശൈഖന്മാർക്ക്, ഹോജമാർക്ക്, ഔലിയാക്കന്മാർക്ക്, തങ്ങന്മാർക്ക്, ബീവിമാർക്ക്, ജീവിച്ചിരിക്കുന്ന ഒരുപാട് ദൈവങ്ങൾക്ക് സാധിച്ചുവോ മഴ പെയ്യിക്കുവാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത. അല്ലാഹു പറയുന്നു, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, നാം ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി മാറ്റും. കുടിച്ചു, ഞാൻ ഉപ്പുരസമുള്ള വെള്ളം കുടിച്ചു ഒരു സ്ഥലത്തുനിന്ന്. ശുദ്ധമായ വെള്ളം കിട്ടാത്ത കടലിലെ വെള്ളം. ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത്? നോക്കൂ നിങ്ങൾ, ആർക്കും ആ വിഷയത്തിൽ ഒരു കഴിവുമില്ല. അതിശക്തമായ ചൂട് കൊണ്ട് നമ്മുടെ നാട് പ്രയാസപ്പെടുകയാണ്. ആളുകൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട്. നോക്കൂ നിങ്ങൾ, ഈ അവസ്ഥ സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം. ആർക്കെങ്കിലും ഇത്തരം പരീക്ഷണങ്ങൾ തടുക്കാൻ കഴിയോ? ഏതെങ്കിലും അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ മഹാന്മാരെന്ന് പറയുന്ന ആളുകൾക്കോ മക്ബറകൾക്കോ ജാറങ്ങൾക്കോ പുണ്യസ്ഥലങ്ങളെന്ന് ആളുകൾ വിചാരിക്കുന്ന സ്ഥലങ്ങൾക്കോ ഇത്തരം പരീക്ഷണങ്ങളെ തടുക്കാൻ സാധിക്കുമോ? തടുക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ടും ആളുകൾ ശിർക്കിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വെള്ളം, ആ വെള്ളം കിണറ്റിൽ നിന്ന് മുക്കി, ആ മുക്കിയ വെള്ളം കൊണ്ട് ചായ ഉണ്ടാക്കി അത് ഖുതുബിയത്തിന് കൊടുക്കുന്ന മനുഷ്യന്മാർ. അത് ബദർ മൗലിദ്, ബദറുമാല, അത് വീട് കൂടിയിരിക്കുന്ന സമയം പുതിയതായി മജ്ലിസുൻ നൂർ. എന്തായി മജ്ലിസുൻ നൂർ? ഖുറാഫാത്തിന്റെ മറ്റൊരു രൂപം. ഖുതുബിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആ മജ്ലിസുൻ നൂറിൽ പഠിപ്പിക്കുന്നത്. മഹാന്മാരായ ആളുകളുടെ ഹക്ക് ജാവ് ബർക്കത്തുകൊണ്ട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുടെ സദസ്സുകളാണ്. എങ്ങനെ അല്ലാഹു മഴ വർഷിപ്പിക്കും സഹോദരന്മാരെ?
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കുകയില്ല. അതല്ലാത്ത വിഷയങ്ങളെല്ലാം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു. വിളി തേട്ടം ആരോടാണ്? ബദരീങ്ങളോടാണ്. ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന. നാട്ടിൻ്റെ അടുത്തുന്ന ഒരു സ്ഥലത്തുനിന്ന് മതപ്രഭാഷണം നടക്കുന്നതിന് മുമ്പേ പണ്ടൊക്കെ ഖുർആൻ ഖിറാത്തായിരുന്നു വെച്ചിന്. ഇപ്പം ആ പാട്ടാ വെക്കുന്നത്. ആ പാട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. അതൊരു കാസറ്റായി റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും പല സ്ഥലത്തു നിന്നും ഹക്കജാവ് ബർക്കത്തുകളുടെ ദ്വായാണ്. വലിയ ശൈഖുന വന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ബുർദ ചൊല്ലിക്കോ. വലിയ സമ്മേളനങ്ങൾ അയാൾ പറയാ ബുർദ ചൊല്ലിക്കോ, ഖുർആൻ ഒതുക്കോ എന്നല്ല. അള്ളാഹുവിൽ നിന്ന് ആളുകൾ വല്ലാതെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു വല്ലാത്ത ശക്തികളിലേക്ക് ആളുകൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവൻ അള്ളാഹു ഒരു എക്സിറ്റ്, ഒരു പോംവഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. യഥാർത്ഥ തൗഹീദിലേക്ക് സമൂഹം തിരിച്ചു വരട്ടെ. പിന്നെയോ അന്ന് പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് സ്വഹാബത്ത്. ഇന്നോ എല്ലാതരം ഹറാമുകളും ചെയ്യുന്ന ആളുകൾ, അമിനൽ ഹലാലി വൽ ഹറാം, താൻ കൈകാര്യം ചെയ്യുന്ന സമ്പത്ത് ഹറാമാണോ ഹലാലോ എന്ന് അന്ന് ചിന്തിക്കാതെ സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുകയും അതെങ്ങനെയെങ്കിലും ചെലവഴിക്കുകയും ചെയ്യുന്ന അടിച്ചു പൊളിച്ചു ജീവിക്കുന്ന ഒരു സമൂഹം എങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹറാമായ സമ്പാദ്യത്തിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെയും അല്ലാഹുവിൻ്റെ കൽപ്പന, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഉണ്ടായാൽ, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ വർദ്ധിച്ചാൽ നിങ്ങൾ അല്ലാഹു വരൾച്ച കൊണ്ട് പരീക്ഷിക്കുന്നു. ഈ കൂടിയിരിക്കുന്ന എത്ര ആളുകൾക്ക് ഞാൻ കൃത്യമായി സക്കാത്ത് കൊടുക്കാറുണ്ടെന്ന് പറയാൻ പറ്റൂ? സക്കാത്ത് കൊടുക്കാതിരുന്നാൽ വരൾച്ച കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയില്ല. മഴ പെയ്താലല്ലേ ഭൂമിയിൽ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ, കൃഷി ഉണ്ടാവുകയുള്ളൂ, ഫലവൃക്ഷാദികൾ ഉണ്ടാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ വമ്പൻ പരീക്ഷണം. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൈകൾ നീട്ടേണ്ടത് റബ്ബനാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിലേക്ക് മാത്രമാണ് നമ്മുടെ കൈകൾ നീട്ടേണ്ടത്. ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അവിടെ പിന്നെ തവസ്സുലിൻ്റെ ആവശ്യമില്ല, ഇസ്തിഗാസയുടെ ആവശ്യമില്ല. നേരിട്ടങ്ങോട്ട് പ്രാർത്ഥിക്കുക. നിഷ്കളങ്കമായ കൈകൾ അല്ലാഹുവിലേക്ക് ഉയരട്ടെ. ഫൈദാ സഅലക ഇബാദി അന്നി, മുഹമ്മദ് നബിയെ നിന്നോട് എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണെന്ന് പറഞ്ഞേക്കുക. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, തേടുന്നവൻ്റെ തേട്ടത്തിന് ഞാൻ ഉത്തരം നൽകും. ഫലസ്തജീബൂലി, അതുകൊണ്ട് അവൻ എന്നോട് തേടട്ടെ. എല്ലാ കൈകളും അല്ലാഹുവിലേക്ക് മാത്രമാണ് ഉയരേണ്ടത്. അള്ളാഹുവിലേക്ക് മാത്രം. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായ അമ്പിയാക്കന്മാർ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ഏത് സമയത്താണ് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്? കടലിൻ്റെ ഇരുട്ടിൽ, മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ, രാത്രിയുടെ ഇരുട്ടിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ പ്രാർത്ഥിച്ചോ? നമ്മൾ എത്ര വട്ടം പ്രാർത്ഥിച്ചു? മഴയ്ക്ക് വേണ്ടി എത്ര വട്ടം തേടി? അള്ളാഹുവിനോട് പറയണം, റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയി, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സഹോദര, അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ പറയണം. അള്ളാഹു അല്ലാത്ത ആരുമില്ല നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, അള്ളാഹു അല്ലാത്ത ആരുമില്ല നമ്മളെ സഹായിക്കുവാൻ. അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവർ മഹാന്മാരാവട്ടെ, മഹത്തുക്കളാവട്ടെ, ഏറ്റവും ഉന്നതരാവട്ടെ, അവരെല്ലാം അള്ളാഹുവിലേക്ക് സാമീപ്യം ആഗ്രഹിക്കുന്നവരായിരുന്നു. എങ്ങനെയെങ്കിലും അള്ളാഹുവിലേക്കൊന്ന് അടുത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് തേടുന്നവരായിരുന്നു. ഇനി ആരെങ്കിലും ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവർ ആ പ്രാർത്ഥനയെ പറ്റിയെല്ലാം പരലോകത്ത് നിഷേധിക്കും. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ ആരോടാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥിച്ച ആളുകളെല്ലാം അവരുടെ പ്രാർത്ഥനയെപ്പറ്റി,
ആരാധ്യർ അവരുടെ ആരാധനയെ സംബന്ധിച്ച് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ. മുഹിദ്ദീൻ ശൈഖിനോടാണെങ്കിലും മമ്പുറത്ത് തങ്ങളോടാണെങ്കിലും ബദരീങ്ങളോടാണെങ്കിലും പുത്തമ്പള്ളിയിലാണെങ്കിലും നാഗൂറിലേക്കാണെങ്കിലും അജ്മീറിലേക്കാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളുമുണ്ട്. അക്കജാവ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവരോട് പ്രാർത്ഥിച്ചതിനെ പറ്റി നിഷേധിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് അല്ല മതി. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, വകാന ഹഖ്ഖൻ അലൈനാ, നമ്മുടെ ബാധ്യതയാണ് നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കൽ. അതേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ വർത്താനല്ല, അള്ളാഹുവിൻ്റെ ഉറപ്പുള്ള വാക്കാണ്. ആ വാക്കിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രങ്ങളിലേക്കും കഥാകഥനങ്ങളിലേക്കുമെല്ലാം വളരെ അർത്ഥ ഗാംഭീര്യത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പഠിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതം നയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി എല്ലാവരും ആമീൻ പറയുക. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹറാമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഹറാമിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങളെന്തേ ഒരു വഖാർ കാണിക്കാത്തത് എന്ന് ഖുർആൻ ചോദിച്ചതുപോലെ ആ ജീവിതത്തിൽ ഒരു വഖാർ കാണിക്കാൻ, ഗാംഭീര്യം കാണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് അനുഗ്രഹമായ മഴ നൽകി അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم اغثنا غيثا مغيثا اللهم اغثنا غيثا مغيثا اللهم اغثنا غيثا مغيثا اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة اللهم أمتنا مسلما والحقنا بالصالحين اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين آمين 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 برحمتك يا أرحم الراحمين والصلاة والسلام على أشرف المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله.